Good afternoon, Miss. Good afternoon. എങ്ങനെയുണ്ട് കാലാവസ്ഥ? മഴയുണ്ടോ നാട്ടില്? ഇന്ന് രാവിലെ ഉണ്ടായി, ഇപ്പൊ വെയില. വെയിലാണല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ എടുത്തത്? ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തല്ലേ? ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആയിരുന്നു. പ്രിലിമിനറി ഇന്റർവ്യൂല് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇൻഫോർമൽ ഇന്റർവ്യൂവും അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആയിരുന്നു. അതിനുശേഷം പറഞ്ഞത് കോർ ഇന്റർവ്യൂ അല്ലെ? കോർ ഇന്റർവ്യൂല് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ, സ്ട്രെസ് ഇന്റർവ്യൂ, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അതുപോലെ നെക്സ്റ്റ് ആണ് പാനൽ ഇന്റർവ്യൂ. പാനൽ ഇന്റർവ്യൂ നെക്സ്റ്റ് ആണ് എന്താണ്? ഗ്രൂപ്പ് ഇന്റർവ്യൂ. പറഞ്ഞിട്ടില്ല, അടുത്തതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രവരെ ഓക്കെ ആണോ എല്ലാവരും? ഡൗട്ടൊന്നുമില്ലല്ലോ ഇത്രവരെ പറഞ്ഞതല്ലേ? ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പ് ഇന്റർവ്യൂ ഫിഫ്ത്ത് വൺ നോക്കാം. Group interview is a special situation for interviewing a candidate when several candidates are called for an interview at the same time. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് വെക്കാം കേട്ടോ. ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ സിറ്റുവേഷൻ ഫോർ ഇന്റർവ്യൂവിംഗ് എ കാൻഡിഡേറ്റ് where several candidates are called for an interview at the same time. നമ്മള് ഇന്റർവ്യൂ നടത്തുമ്പോൾ ചിലപ്പോൾ എന്താണ്? ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റിനെയാണ് നമ്മൾ ഇതിൽ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂ നടത്തുന്നത് എങ്ങനെയാണ്? ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റിനെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഇൻ ദ കേസസ് വേർ there are a large number of candidates for an interview on the same day. അല്ലെ? സെയിം ഡേയില് ആ ഫസ്റ്റ് ആ ഡേയിൽ തന്നെയായിരിക്കും ലാർജ് ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഗ്രൂപ്പ് ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് the interviewers with a capability to evaluate a large number of candidates. ഇനി ആ ഗ്രൂപ്പില് നമ്മള് കുറെ അധികം കാൻഡിഡേറ്റ്സ് ഉണ്ടാകും. അവരെ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇനി അങ്ങനെയുള്ള ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? അതാണ് ഫസ്റ്റ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ എ ടൈം സേവിംഗ് ടൂൾ ഫോർ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻസ് ഇങ്ങനെ ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുന്നത്? ടൈം സേവിംഗ് ടൂൾ ആണ് അല്ലെ? ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രൂപ്പ് ഇന്റർവ്യൂ, കുറെ കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് ഗ്രൂപ്പ് ഇന്റർവ്യൂ ചെയ്യുന്നത്. Group interview also provide an opportunity to evaluate the behavior of the candidate in a group. ഇനി ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താണ് അതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഗ്രൂപ്പിലുള്ള ഒരു കാൻഡിഡേറ്റിന്റെ ബിഹേവിയർ അറിയാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പോ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ലൈൻ. Group interview is a special situation for interviewing a candidate with several candidates are called for an interview at the same time. അതുപോലെ അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ടൈം സേവിംഗ് ടൂൾ ഫോർ ഓർഗനൈസേഷൻ. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. It is also a time saving
tool for an organization. Time save ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻസ് ഇങ്ങനെ ഗ്രൂപ്പ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കിയേ. ഗ്രൂപ്പ് ഇന്റർവ്യൂ ഓൾസോ പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇവാലുവേറ്റ് ദ ബിഹേവിയർ ഓഫ് എ കാൻഡിഡേറ്റ് ഇൻ എ ഗ്രൂപ്പ്. ഗ്രൂപ്പിലുള്ള കാൻഡിഡേറ്റിന്റെ ബിഹേവിയർ അസസ് ചെയ്യാനായിട്ട് അല്ലെ, വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രൂപ്പ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഗ്രൂപ്പായിട്ട് ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റിനെ ഗ്രൂപ്പായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്? അതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കാം? ഓർഗനൈസേഷന് ടൈം സേവിങ് അല്ലെ, ടൈം സേവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഇവാലുവേറ്റ് ദ ബിഹേവിയർ ഓഫ് ദ കാൻഡിഡേറ്റിനെ ഗ്രൂപ്പിലുള്ള കാൻഡിഡേറ്റിന്റെ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ ഗ്രൂപ്പ് ഇന്റർവ്യൂ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഡെപ്ത് ഇന്റർവ്യൂ. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് നോളജ് വേണമെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമ്മളൊരു ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് വേണമെന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. Depth interview are the type of interview in which a candidate is evaluated mainly in a core area of knowledge and skill of the job. എന്താണ്? ജോബുമായിട്ട് ബന്ധപ്പെട്ട കോർ ഏരിയകൾ ഉണ്ടാവുമല്ലോ, ആ കോർ ഏരിയയിലുള്ള നോളജും സ്കിൽസും ഉണ്ടോ? ആ കോർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട നോളജും സ്കിൽസും കാൻഡിഡേറ്റിന് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്ത് ഇന്റർവ്യൂ നടത്തുന്നത്. കാൻഡിഡേറ്റ്സ് ആർ ഇവാലുവേറ്റഡ് ബൈ എക്സ്പേർട്സ് in their respective field by putting up appropriate questions in order to obtain the significant response from their while initiating the discussion regarding some problematic area for the job and by asking them to describe even mid activities of the job performance. ഇനി ആരായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്? ഇൻഡെപ്ത് ഇന്റർവ്യൂല് ഈ നോളജ് ഉള്ള അല്ലെ, നോളജ് ഉള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉള്ള എക്സ്പേർട്സുകളായിരിക്കും. ഓക്കെ, ഏരിയയില് ഈ ഏരിയയിലൊക്കെ അല്ലെങ്കിൽ എന്താണ് ഈ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട കോർ ഏരിയയില് അതുമായിട്ട് കോർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്സ് ഉണ്ടാവുമല്ലോ. ഈ എക്സ്പേർട്സ് ആയിരിക്കും ഇന്റർവ്യൂ നടത്തുന്നത്. ഓക്കെ, ഇന്റർവ്യൂവർ ആയിട്ടിരിക്കുന്നത് എക്സ്പേർട്സ് ആയിരിക്കും. ഇനി ഈ എക്സ്പേർട്സ് എന്ത് ചെക്ക് ചെയ്യുന്നുണ്ട്? പ്രോബ്ലമാറ്റിക് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ജോബ് പെർഫോമൻസ് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് തരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, ഇപ്പൊ നമ്മള് ടീച്ചിങ്ങിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ, ടീച്ചറിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ അതുമായിട്ട് ഇപ്പൊ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെ, ഇൻഡെപ്ത് നോളജ് ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ ആ സ്കില്ല് അല്ലെ, ടീച്ച് ചെയ്യാനായിട്ടുള്ള സ്കില്ല് ഉണ്ടോന്ന് അല്ലെ, എന്താണ് ഡെമോ ക്ലാസ് എടുപ്പിച്ച് നോക്കാറുണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ അങ്ങനെയുള്ള സ്കില്ല് ഉണ്ടോന്ന്, കോർ ഏരിയയിലുള്ള ഇൻഡെപ്ത് നോളജ് ഉണ്ടോ. അതുപോലെ തന്നെ എന്താണ് പെർഫോമൻസ്, ജോബ് പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അത് ഇപ്പോ പറഞ്ഞില്ലേ, ടീച്ചറിന്റെ ജോലിയാണെങ്കിൽ നോളജ് ഉണ്ടോ നോക്കും. അതുപോലെ തന്നെ ഡെമോ ക്ലാസ് അല്ലെ, ആക്ടിവിറ്റി ആണ് അല്ലെ, അത് പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ പ്രാക്ടീസ് അല്ലെങ്കിൽ എന്താണ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഡെമോ ക്ലാസ് എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള സ്കില്ലുണ്ടോ എന്ന് ക്ലാസ് എടുപ്പിച്ചും അവർ നോക്കാറുണ്ട്. അതുപോലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും അവർക്ക് കൊടുത്ത് അവരതിൽ ട്രെയിൻഡ് ആണോ അല്ലെങ്കിൽ നല്ല നോളജ് ഉണ്ടോ സ്കില്ലുണ്ടോ എന്നുകൂടി ഈ ഡെപ്ത് ഇന്റർവ്യൂവിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. ഓക്കെ, ജോബ് ആൻഡ്
probing interview. Job and probing എന്ന് പറഞ്ഞാൽ എന്താണ്? Probing അന്വേഷണം കേട്ടോ, അന്വേഷണം. Probing, job and probing interview are mainly designed for evaluating the candidate's knowledge with respect to their duties, functions, job methods, critical problems, way to resolve those problems, etc. എന്താണ്? ജോബുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ്, ഫങ്ഷൻസ്, അതുപോലെ ജോബ് മെത്തേഡ്സുകള്, ക്രിട്ടിക്കൽ പ്രോബ്ലംസുകള്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള നോളജും സ്കില്ലും കാൻഡിഡേറ്റിന് ഉണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്. ജോബുമായിട്ട്, അവന് കിട്ടിയ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസിനെ കുറിച്ചറിയോ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടോ, റെസ്പോൺസിബിലിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ച് അവൻ അറിയോ, ഫങ്ഷൻസ്, അവൻ ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ജോബ് മെത്തേഡ്സിലൂടെ വർക്ക് ചെയ്യണം, ഏതൊക്കെ ക്രിട്ടിക്കൽ പ്രോബ്ലംസ് ആയാലും എന്ത് പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റോ, അങ്ങനെയുള്ള സ്കില്ലുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആ മൂന്ന് ഗ്രൂപ്പ്, ഡെപ്ത്, ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ, ഈ മൂന്നെണ്ണം പറഞ്ഞ മൂന്നെണ്ണം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങളും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ആണ്, ലാസ്റ്റ് ടൈപ്പ് ആണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ ഈസ് അനദർ കൈൻഡ് ഓഫ് ഇന്റർവ്യൂ അല്ലെ, അനദർ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്. ടേക്കൺ ബൈ എ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്. ഇനി ഈ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നത് ആരാണ്? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആയിരിക്കും. നമുക്കറിയാം ഓർഗനൈസേഷനിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനുള്ള എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സുകളാണ് ഇത് നടത്തുന്നത്, ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ജനറലി this kinds of interview is concerned through informal discussion. Informal discussion വഴിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്.
The HR manager is also supposed to take an interview of the candidate in order to make this decision with respect to salary, allowances, benefit, promotions, etc. അപ്പൊ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്? ഈ സാലറി അല്ലെ, നമുക്ക് കിട്ടുന്ന കാൻഡിഡേറ്റിന് കിട്ടുന്ന സാലറി ഉണ്ട്, അലവൻസ് ഉണ്ട്, അതർ ബെനഫിറ്റുകളൊക്കെ ഉണ്ട് അല്ലെ, പ്രമോഷൻസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആൻഡ് HR managers communicate their views after they mutually notify the head of the interview board about their decisions. അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റും ഈ HR മാനേജറും അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, മ്യൂച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇന്റർവ്യൂ ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡിനെ അറിയിക്കും. ഓക്കെ, HR മാനേജറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും കൂടി മ്യൂച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ബോർഡിനെ അറിയിക്കുന്നുണ്ട്. The head of the interview board take the final decision about the candidate's performance and in his respective rank in the interview. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ബോർഡ് എന്താ ചെയ്യുന്നത്, റാങ്കിനെ കുറിച്ച് അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് അല്ലെ, കാൻഡിഡേറ്റിന്റെ പെർഫോമൻസിനെ കുറിച്ചും അവന് കിട്ടിയ റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് ആരായിരിക്കും, അതിനെ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവന് ജോലിയിൽ പറഞ്ഞു വിടണോ എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരായിരിക്കും, ഈ എന്താണ് ഹെഡ് ഓഫ് ദി ഇന്റർവ്യൂവർ ആയിരിക്കും. ക്ലിയർ ആയോ? ഹെഡ് ഓഫ് ദി ഇന്റർവ്യൂ ആയിരിക്കും ഈ ഇങ്ങനെയുള്ള അന്തിമ തീരുമാനം എടുക്കുന്നത്. കാൻഡിഡേറ്റിന്റെ പെർഫോമൻസിനെ കുറിച്ചും റാങ്കിനെ കുറിച്ചും അത് ഫൈനലൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഹെഡ് ഓഫ് ദി ഇന്റർവ്യൂ ആണ്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂവിൽ വരുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു അനദർ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് ഈ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. അത് നടത്തുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഫോർമൽ ഡിസ്കഷൻ ആണ്. ഫോർമൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഈ സാലറി അതുപോലെ തന്നെ ഈ അലവൻസസ്, അതർ ബെനഫിറ്റുകൾ കിട്ടാറുണ്ട്, പ്രമോഷൻസ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, ഇന്റർവ്യൂ നടത്തുന്നത്. അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും HR മാനേജറും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ മ്യൂച്വലി ഒരു ഡിസിഷൻ എടുത്തിട്ട് ആരെ അറിയിക്കുന്നുണ്ട്, ഹെഡ് ഓഫ് ദി ഇന്റർവ്യൂവിനെ അറിയിക്കുന്നുണ്ട്. ഇനി ഫൈനലി ഹെഡ് ഓഫ് ദി ഇന്റർവ്യൂ ആണ് ഇത് ചെയ്യുന്നത്, കാൻഡിഡേറ്റിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ അവന് കിട്ടിയ റാങ്കും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഹെഡ് ഓഫ് ദി ഇന്റർവ്യൂ ആണ്. ഓക്കെ, വായിച്ചു നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇന്റർവ്യൂ പ്രോസസ്. Several steps followed by conducting an interview are as follows. ഫസ്റ്റ് വൺ എന്താണ് ഇന്റർവ്യൂ പ്രോസസ്സിൽ
നമുക്കറിയാം ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെവറൽ സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ട പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? The preparation of the interview should be made well in advance. അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അഡ്വാൻസിൽ നമ്മൾ നല്ല രീതിയിൽ വെൽ അഡ്വാൻസ് ആയിട്ടല്ലേ, മുൻകൂട്ടി നമ്മൾ ഇന്റർവ്യൂ നടത്താനായിട്ട് മുൻകൂട്ടി നമ്മൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് it not only help in converting the most important aspect, but also help the interviewer to learn relevant focus that may be required during the interview. ഇന്റർവ്യൂവിന്റെ ഒരു പ്രധാനപ്പെട്ട വശങ്ങളും ഇന്റർവ്യൂ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസുകൾ നടത്തണം അല്ലെ. അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്ന ആ സമയത്തായിരിക്കും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഇന്റർവ്യൂ നടത്തണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള നടത്തണം എന്ന് തീരുമാനിക്കേണ്ടത് ആ ടൈമിലല്ല. നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി അത് കണ്ടുകൊണ്ട് ഏതൊക്കെ കോർ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വേണം, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റിംഗ് ആണ് നമ്മൾ ഇന്റർവ്യൂ നടത്തേണ്ടത്, അവരുടെ എങ്ങനെയുള്ള കഴിവുകളാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഇന്റർവ്യൂസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇന്റർവ്യൂ നടത്തേണ്ടത്. അപ്പം കുറെ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. Preparation that are required to be done by an organization are as follows. Preparations ഒക്കെ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? The type of interview to be conducted should be selected according to the requirements of the job. ഇനി നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്, ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? The type of the interview should be conducted. Interview to be conducted should be selected according to the requirements of the job. ജോബ് റിക്വയർമെന്റ്സിന് അനുസൃതമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കണം നടത്തേണ്ടത് അല്ലെ. ജോബ് എന്താണോ, നമ്മുടെ കമ്പനിയിലേക്ക് ഏത് വാക്കൻസിയിലോട്ടാണ് അപ്ലിക്കന്റ് വേണ്ടത് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിന്റെ ആവശ്യങ്ങൾ, ആ വാക്കൻസിയുടെ ആവശ്യങ്ങൾ, ജോബിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂ നടത്താനായിട്ട്. അല്ലെങ്കിൽ തോന്നിയ പോലെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ തോന്നിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെയല്ല. ഏത് വാക്കൻസിയിലോട്ടാണ്, ഇപ്പൊ അക്കൗണ്ടന്റിന്റെ വാക്കൻസിയിലോട്ടാണ് വേണ്ടതെങ്കിൽ അത്തരത്തിലുള്ള സ്കില്ലും കഴിവുകളും ഉള്ള ആളുകളെയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അല്ലെ. അത് ക്യാപ്പബിൾ ആണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കില്ലുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂ ആയിരിക്കണം നടത്തുന്നത്. ഇനി എന്താണ്? The main objective of the interview process should be to determine the understanding and skills encompassed by the candidate as per the demands and nature of the job. എന്താണ് ഇന്റർവ്യൂ പ്രോസസ് അല്ലെ. ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്, മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? ഇന്റർവ്യൂവിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റിന്റെ ജോബിനെ പറ്റിയുള്ള അല്ലെ, കാൻഡിഡേറ്റിന്റെ ജോബിനെ പറ്റിയുള്ള അറിവ് അല്ലെ, അവന് നല്ല അറിവുണ്ടോ, നോളജ് ഉണ്ടോ, സ്കില്ലുണ്ടോ, ഇതൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അതാണ് ഇന്റർവ്യൂവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനിയിലേക്ക് ഒരു വാക്കൻസി ഉണ്ടെങ്കിൽ ആ വാക്കൻസിയിലോട്ട് അവൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള സ്കില്ലുണ്ടോ, കഴിവുണ്ടോ, ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമാണ് നമ്മുടെ എന്തിനു വേണ്ടത്? ഇന്റർവ്യൂവിന് വേണ്ടത്. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്രിപ്പറേഷൻ ഫോർ ഇന്റർവ്യൂവില് രണ്ട് പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഓക്കെ ആണോ? രണ്ട് പോയിന്റ്സും
ആദ്യമായിട്ട് പറഞ്ഞത് എന്താണ്? ജോബ് റിക്വയർമെന്റ്സിന് അനുസൃതമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഇന്റർവ്യൂ പ്രോസസ്സ്, ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റിന് ആ ജോബിലേക്കുള്ള സ്കില്ലും കഴിവും നോളജും ഒക്കെ ഉണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. ക്ലിയർ ആയോ സ്മിത? Okay. In a third one, the number of interviewers while conducting an interview should be clearly specified. എന്താണ്? ഇന്റർവ്യൂവേഴ്സിന് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ നടത്തുമ്പോൾ പല കാൻഡിഡേറ്റിനും സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് പല ഫാക്ടേഴ്സ് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. ഒരു വെയിറ്റേജ്, പല ഫാക്ടേഴ്സിന് നമ്മൾ വെയിറ്റേജ് ഇട്ട് കൊടുത്തിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ടെന്ന്. ഏത് ഇന്റർവ്യൂലാണ് പഠിച്ചത്? പാനൽ ഇന്റർവ്യൂല് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ലേ, നമ്മൾ പഠിച്ചില്ലേ? വെയിറ്റേജ് ഫോർ ഈച്ച് ഫാക്ടർ. നമ്മുടെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കി ഓരോ ഫാക്ടറിന് ഇത്ര സ്കോർ അല്ലെങ്കിൽ വെയിറ്റേജ് ഇട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് നോക്കണം? ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ കാൻഡിഡേറ്റിന് അത്തരത്തിലുള്ള ഫാക്ടർ ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുണ്ടോ എന്നുള്ളത് വെയിറ്റേജ്, ഓരോ ഫാക്ടറിനും വെയിറ്റേജ് ഇട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? The data collected by the applicant through other selection process should be reassessed. Besides these, the scores obtained should be re-evaluated and the reliability of the methods used must be checked. എന്താണ്? മറ്റുള്ള പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ എന്ത് ചെയ്യണം? റീഅസസ് ചെയ്യണം അല്ലെ. ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂ നടത്തി സെലക്ട് ചെയ്യാറുണ്ട്, ചിലപ്പോൾ നമ്മൾ എന്താണ് ടെസ്റ്റുകൾ നടത്തി നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള പ്രോസസ്സിലൂടെയാണ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാറ്. അപ്പോൾ പ്രോസസ്സിലൂടെ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് നോക്കിയിട്ട് പല ആപ്ലിക്കേഷൻ ഫോംസ് നമ്മൾ റീഅസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ അതിലൂടെ ലഭിച്ച സ്കോറുകൾ, നമ്മൾ വെയിറ്റേജ് കൊടുത്ത സ്കോറുകൾ കൊടുക്കുമല്ലോ, ആ സ്കോറുകൾ റീഇവാലുവേറ്റ്, റീചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ടെസ്റ്റിന്റെ റിലയബിലിറ്റി, നമ്മൾ ടെസ്റ്റ് നടത്തിയായിരിക്കാം ചിലപ്പോ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റിലയബിൾ ആണോ, വിശ്വസിക്കാൻ പറ്റുമോ ആ ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി ഇതാണ് ഫിഫ്ത്ത് പോയിന്റ്. All the decision regarding to techniques to be used, the area to be covered and the questions to be asked, the timing to be set, etc. should be prepared well in advance and as per the organizational plan. ഇനി ഇന്റർവ്യൂ നടത്തുമ്പോൾ ഏതൊക്കെ ടെക്നിക്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം, അതുപോലെ തന്നെ ഏത് ടൈമിനാണ് ഇന്റർവ്യൂ നടത്തേണ്ടത് എന്നിവയെ പറ്റിയുള്ള വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇന്റർവ്യൂ നടത്തുന്ന ഓർഗനൈസേഷൻ അത് വെല്ലായിട്ട് കറക്റ്റ് ആയിട്ട് അത് പ്ലാൻ ചെയ്തിരിക്കണം. വെൽ പ്രിപ്പയർഡ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്റർവ്യൂ നടത്തുമ്പോൾ ഏതൊക്കെ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കേണ്ടത്, അതുപോലെ ഏത് ടൈമിൽ ഇന്റർവ്യൂ നടത്താനായിട്ടുള്ളത് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി എന്താണ്? The place where the interview is to be conducted should be set in such a way that the interviewer and the applicant both feel comfortable. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും അല്ലെ, ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കും കാൻഡിഡേറ്റിനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീല് നൽകുന്ന തരത്തിലായിരിക്കണം ഇന്റർവ്യൂ നടത്തേണ്ടത്. അത്തരത്തിലുള്ളൊരു പ്ലേസ്, ഒരു എൻവയോൺമെന്റ് കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് പ്രിപ്പറേഷൻ ഓഫ് ദ
ഫോർ ദ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ജോബ് റിക്വയർമെന്റ്സിന് അനുസൃതമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കണം നടത്തേണ്ടത്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെ, മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാല് കാൻഡിഡേറ്റിന് ജോബിനെ കുറിച്ചുള്ള സ്കില്ലും നോളജും ഉണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ് വൈൽ കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈഡ് അല്ലെ. എന്താണ്? ഇന്റർവ്യൂവേഴ്സിന് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ നടക്കുമ്പോൾ ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഫാക്ടർ നോക്കി ഓരോ ഫാക്ടറും നമ്മൾ വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് ഓരോ കാൻഡിഡേറ്റ്സിന്. അപ്പൊ അങ്ങനെ ഉള്ള സ്പെസിഫിക്കേഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മള് നെക്സ്റ്റ് ഫോർത്ത് വൺ പോയിന്റ് എന്താ പറഞ്ഞത്? ഈ മറ്റുള്ള പ്രോസസ്സിലൂടെ നമ്മൾ പലതരത്തിലുള്ള പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഇപ്പോ ടെസ്റ്റുകൾ നടത്താം, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാം, അങ്ങനെ പല പല പ്രോസസ്സിലൂടെയാണ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമുകൾ നമ്മൾ റീ അസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അതിലൂടെ ലഭിച്ച സ്കോറുകളും റീചെക്ക് ചെയ്യണം. കൂടാതെ ടെസ്റ്റിന്റെ റിലയബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം, അത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ടെസ്റ്റ് റിലയബിൾ ആണോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിൽ നടത്തുന്ന ക്വസ്റ്റ്യൻസ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഏതൊക്കെ ടെക്നിക്സുകളാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, എത്ര ടൈമിനുള്ളിൽ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തുന്ന ഇന്റർവ്യൂവേഴ്സും അതുപോലെ തന്നെ കാൻഡിഡേറ്റിന് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീൽ കൊടുക്കുക, കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മാക്സിമം മനസ്സിലാക്കി പോവാം. രണ്ടാമത്തെ എന്താണ് പറഞ്ഞുതരാമല്ലോ. The main objective of interview process should to be determine the understanding and the skill encompassed by the candidate as per the demands and nature of the job. ഇതാണ് രണ്ടാമത്തെ പറയുന്നത്. ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമല്ലോ. ആ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ വാക്കൻസിയിലോട്ട് അവരെ സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സ്കില്ലുകളുണ്ടോ, നോളജ് ഉണ്ടോ, ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള ആ കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ആ കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് കിട്ടിയോ? ഇനി എന്താ ചോദിച്ചേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ഡാറ്റ കളക്ട് ചെയ്യുമല്ലോ. അപ്ലിക്കന്റിന്റെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള ഡാറ്റകൾ, അപ്ലിക്കേഷൻ ഫോം ആവാം, അല്ലെങ്കിൽ എന്താണ് പല ടെസ്റ്റുകളും നമ്മൾ നടത്താറുണ്ട് അല്ലെ. പലതരത്തിലാണ് നടത്താറ്. ചിലവർ ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്, ചിലവർ ചിലപ്പോൾ ടെസ്റ്റ് നടത്തി സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പലതരത്തിലുള്ള ടെസ്റ്റുകളിലൂടെയും അവരുടെ കഴിവുകൾ മനസ്സിലാക്കി ടെസ്റ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ അപ്ലിക്കേഷൻ ഫോം എന്താണ് റീചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച സ്കോറുകൾ ഉണ്ടാവില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ, പല സ്കോറും പല ഫാക്ടർ നോക്കിയിട്ട് അതിന് സ്കോർ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ പാനൽ എന്ത് ചെയ്യുന്നത്, ആളുകളെ സെലക്ട് ചെയ്യുന്നത്. പാനൽ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പല സ്കോറുകൾ കൊടുത്തിട്ട് അവരുടെ വെയിറ്റേജ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. വെയിറ്റേജുകൾ കൊടുക്കും, ഓരോ ഫാക്ടറിന് ഇത്ര വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സ്കോർ കൂടി റീ ഇവാലുവേറ്റ് ചെയ്യണം. കറക്റ്റ് ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അത് റീ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് നടത്തി അവരെ നമ്മുടെ ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റ് വിശ്വസനീയമാണോ, റിലയബിൾ ആണോ എന്നും ചെക്ക് ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് നടത്തിയിട്ട് ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിനുള്ള നോളജോ അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലോ ഒന്നും ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. വീണ്ടും വേറെ ഇന്റർവ്യൂ നടത്തിയിട്ട് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ ടെസ്റ്റ് വിശ്വസിക്കാൻ പറ്റുമോ, അത് റിലയബിൾ ആണോ, അല്ലെങ്കിൽ വീണ്ടും ടെസ്റ്റ് നടത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞത്, ഓരോ ഇതിനും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓരോ ഫാക്ടർ നമ്മൾ ഇപ്പോ പേഴ്സണാലിറ്റി അങ്ങനെ പല പല ഫാക്ടേഴ്സ് നോളജ് ഉണ്ടാവും, നോളജ് ലെവൽ ഉണ്ടാവും, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടാവും. പല ഇന്റർവ്യൂ നടത്തുമ്പോൾ പല ഫാക്ടർ ഉണ്ടാവും കാൻഡിഡേറ്റിന്റെ. അപ്പൊ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വെയിറ്റേജ് കൊടുക്കും. ഓരോ ഫാക്ടറിനും ഓരോ വെയിറ്റേജ് അത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്ത് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ. ഇനി ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്തൊക്കെയാണ് നോക്കാം കേട്ടോ, എന്തൊക്കെ പ്രത്യേകതകളാണ്. Okay, this step although the most important one അല്ലെ. നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പ്രധാനമായിട്ടും ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേണം, പ്ലാൻഡ് ആയിട്ട് വേണം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇന്റർവ്യൂ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. പ്രധാനപ്പെട്ട കാര്യം തന്നെ ആയാലും പക്ഷെ എന്താണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിനാല് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണെന്നാണ് പറയുന്നത്. Maximum numbers of managers are unwilling to take these jobs as they find this function the most complicated one in the entire interview process. ഇനി മോസ്റ്റ് ഓഫ് ദ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് മാനേജേഴ്സും ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് തയ്യാറാകില്ല. കാരണം എന്താണ്, ഇന്റർവ്യൂ എന്നുള്ളത് എന്താണ്, ഒരു ചടങ്ങ് പരിപാടിയാണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അത് നല്ല വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഈ മാനേജേഴ്സ്, മോസ്റ്റ് ഓഫ് ദി മാനേജേഴ്സും ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. ഓക്കെ, അൺവില്ലിങ് ആവും. ഇനി എന്താ പറയുന്നത്, there are certain tasks that are to be performed by the interviewer while carrying out the interview. Some of them are as follows. അപ്പോ ഇങ്ങനെയുള്ള ഇന്റർവ്യൂ നടത്തുന്നതിന് മുൻപായിട്ട് ചില ടെസ്റ്റുകൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ ചെയ്ത് തീർക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് അടിയിൽ 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
എന്താണ് കണ്ടക്ടിങ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്? ഒരു ഇമ്പോർട്ടന്റ് റോളാണ് അല്ലെ, ഒരു ഇമ്പോർട്ടന്റ് ആണ് കണ്ടക്ടിങ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ഇന്റർവ്യൂ നടത്തുക എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ഡിഫിക്കൽട്ട് ടാസ്ക് കൂടിയാണ്. മോസ്റ്റ് ഓഫ് ദി മാനേജേഴ്സ് ആയാലും എന്താണ്, അത് അൺവില്ലിങ് ആണ് ചെയ്യുന്നത്, അവര് തയ്യാറാവില്ല. കാരണം എന്താണ്, ഡിഫിക്കൽട്ട് ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മാനേജേഴ്സും ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടാസ്കുകൾ ചെയ്യാനുണ്ട്. അതാണ് ഈ 3 എണ്ണമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ, get complete and accurate information, record of observation and impressions. 3 കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്. Okay, first one ആണ് opening the interview. In order to make the interview comfortable and confident, the interviewer opens the interview with great enthusiasm, effective voice and personality. നമുക്കറിയാലേ, നമ്മൾ പലരും ഇന്റർവ്യൂവിന് പോയിട്ടുള്ളവരാണ്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾ അല്ലെ, ഇന്റർവ്യൂവേഴ്സ് നല്ല രീതിയിൽ അല്ലെങ്കിൽ പതറിയൊക്കെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും, നടക്കോ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവോ? ഇല്ല. നമുക്കറിയാം, നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന വ്യക്തി നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റീവ് വോയിസ്, അതുപോലെ നല്ല പേഴ്സണാലിറ്റിയോട് കൂടിയായിരിക്കും, അതുപോലെ ഗ്രേറ്റ് ഇൻതൂസിയാസം അല്ലെ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും അവര് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത് അല്ലെ. അവര് പതറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപിലിരിക്കുന്ന നമ്മുടെ കാൻഡിഡേറ്റ് എന്തായിരിക്കും, പതറാൻ ചാൻസ് ഉണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും കാൻഡിഡേറ്റ് എന്ത് ചെയ്യും, പതറാം. ഓക്കെ, നല്ല രീതിയിലുള്ള വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂവറൊക്കെ നല്ല ഗ്രേറ്റ് അല്ലെ, നല്ല രീതിയിലുള്ള ഒരു വോയിസ്, നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലെ. എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ ഇരിക്കുന്നത് കാണാം, ഇല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടല്ലേ? ആണോ? ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഇന്റർവ്യൂവേഴ്സ് ഒക്കെ നല്ല എക്സിക്യൂട്ടീവിലേക്ക് ഗുഡ് പേഴ്സണാലിറ്റി, അതുപോലെ നല്ല വോയിസ് ആയിരിക്കും അല്ലെ, ഇഫക്റ്റീവ് വോയിസ്, അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളോട് സംസാരിക്കുന്നത്. ബൈ ദിസ് he is capable of earning the candidate's trust. ഇനി ഇങ്ങനെ നമ്മളോട് പെരുമാറുമ്പോ നല്ല പേഴ്സണാലിറ്റി, നല്ല വോയിസ്, ഇൻതൂസിയാസം അല്ലെ, അങ്ങനെ നമ്മളോട് പെരുമാറുമ്പോ നമ്മളുടെ മുൻപിലിരിക്കുന്ന കാൻഡിഡേറ്റിന് നമ്മളോടുള്ള എന്താണ് ഒരു ട്രസ്റ്റ് വർദ്ധിക്കും അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനോടുള്ള ട്രസ്റ്റ്, വിശ്വസ്തത വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ എന്തായിരിക്കാം, നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ ഇന്റർവ്യൂവർ പതറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേടിയോടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കാം, ഓർഗനൈസേഷൻ ചീത്തയാണ്, അല്ലെങ്കിൽ ജോലി എടുത്തിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് കാൻഡിഡേറ്റ്സിന്റെ മനസ്സിലുണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? ഓക്കെ, അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂവർ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉണ്ടാവണം എന്ന് പറയാനായിട്ടുള്ള കാരണം. ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം, നല്ല രീതിയിലുള്ള വോയിസ് ആയിരിക്കണം, enthusiasm ഉണ്ടാവണം, great enthusiasm. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഇനി എന്താണ്, get complete and accurate information. The interviewer must accumulate complete and exact information about the applicant regarding his qualification, experience, knowledge, behavior, outlook and skills using the planned interview. ഇനി ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്താണ്, നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ എന്താ പറയാ, ക്വാളിഫിക്കേഷൻ, അയാളുടെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫീലിങ്സ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അതുപോലെ നോളജ്, അതുപോലെ ബിഹേവിയർ, ഔട്ട്ലുക്ക്, അതുപോലെ അയാളുടെ സ്കില്ല്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇന്റർവ്യൂ നടത്താനായിട്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. മനസ്സിലായോ? ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ എന്റെ നോളജ്, സ്കില്ല്, അതുപോലെ എക്സ്പീരിയൻസ്, അതുപോലെ ഔട്ട്ലുക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എന്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂക്ക് അറിയാനായിട്ട് കഴിയണം. ഓക്കെ, അത്തരത്തിലുള്ള ഇന്റർവ്യൂ വേണം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്താണ്,
നെക്സ്റ്റ് ആണ് പറയുന്നത്. നെക്സ്റ്റ് പറയാം, റെക്കോർഡിംഗ് ദ ഒബ്സർവേഷൻസ് ആൻഡ് ഇംപ്രഷൻസ്. ഇത്രയും വരെ പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. റെക്കോർഡിംഗ് ഫസ്റ്റത്തെ എന്താണ്? ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ ആണോ മനസ്സിലാവാത്തത്? ഓക്കെ ഓക്കെ. ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്റർവ്യൂ നടത്തുമ്പോ നമുക്ക് എന്താണ് കണ്ടന്റ് പറഞ്ഞുതരാം. ഇന്റർവ്യൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇന്റർവ്യൂ നടത്തുമ്പോ ഇന്റർവ്യൂവർ എന്ത് ചെയ്യാം? കാൻഡിഡേറ്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ അങ്ങനെ ഫീലിംഗ് കൊടുക്കുക, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ കോൺഫിഡന്റ് ആയിട്ട് കാൻഡിഡേറ്റ്സിനോട് സംസാരിക്കണം, അതുപോലെ അയാളുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ നമ്മൾ കാണുമ്പോൾ എന്താണ് എക്സിക്യൂട്ടീവ് ലുക്ക്, അതുപോലെ നല്ല രീതിയിലുള്ള പേഴ്സണാലിറ്റി ആയിരിക്കണം, ഗുഡ് വോയിസ് ഉണ്ടാവണം. സംസാരിക്കുമ്പോൾ അതറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കാൻഡിഡേറ്റ്സിന് മനസ്സിലാവും അല്ലെ, കാര്യമില്ല ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. ഇങ്ങനെയുള്ള ഇന്റർവ്യൂവർ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും മാനേജ് വർക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാവില്ല. അതുപോലെ ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള പേഴ്സണാലിറ്റി അല്ല, അതുപോലെ പേടിയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, നല്ലൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാവും അല്ലെ കാൻഡിഡേറ്റിന്. അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂവർക്ക് നല്ല രീതിയിലുള്ള ഗുഡ് പേഴ്സണാലിറ്റി ഉണ്ടാവണം, ഗുഡ് വോയിസ് ഉണ്ടാവണം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇൻതൂസിയാസം, ഇതൊക്കെ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് വേണം ഇന്റർവ്യൂ നടത്താനായിട്ട്. മനസ്സിലായോ? നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഇന്റർവ്യൂവിന് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, നല്ല ഗുഡ് വോയിസ് ആയിരിക്കും അല്ലെ. ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇന്റർവ്യൂവർക്കൊക്കെ നല്ല ഗുഡ് വോയിസ് ആയിരിക്കും, അവർ പറയുന്നത് നമുക്ക് ക്ലിയർ ആയിരിക്കാം, ഗുഡ് പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതോട് കൂടിയിട്ട് വേണം നമ്മളോട് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതിലൂടെ ഈ കാൻഡിഡേറ്റിന് എന്താണ് ഈ ഓർഗനൈസേഷനിലുള്ള ട്രസ്റ്റ്, വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷനിൽ പറഞ്ഞത് അപ്ലിക്കന്റിന്റെ മൊത്തത്തിലുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടണം. ആ രീതിയിലായിരിക്കണം ഇന്റർവ്യൂവർ ഇന്റർവ്യൂ നടത്തേണ്ടത്. ഏതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആണ്? ക്വാളിഫിക്കേഷൻ അറിയണം, എക്സ്പീരിയൻസ് അറിയാൻ പറ്റണം, നോളജ്, ബിഹേവിയർ, ഔട്ട്ലുക്ക്, അതുപോലെയുള്ള സ്കില്ല്, അങ്ങനെയുള്ള മൊത്തത്തിലുള്ള എക്സാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇന്റർവ്യൂവർക്ക് കാൻഡിഡേറ്റിനെ കുറിച്ച് അറിയാൻ പറ്റണം. അങ്ങനെയുള്ള ഇന്റർവ്യൂ ആയിരിക്കണം നടത്തേണ്ടത്. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇംപ്രഷൻസ്. To check whether the applicant is suitable according to the requirements or not, the interviewer need to record the feedback and impressions about the candidate that came into his mind during the interview process. എന്താണ്? ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ചെയ്യുന്ന ടൈമില് ഒരു ജോബില് ആപ്റ്റ് ആണോ, അല്ലെങ്കിൽ ആപ്റ്റ് ആയാലും അല്ലെങ്കിലും ആ കാൻഡിഡേറ്റ് നമ്മുടെ കമ്പനിയിലേക്ക് എടുക്കാം അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല, അത്രയുള്ള സ്കില്ലില്ല, അങ്ങനെ ആയാലും ആപ്റ്റ് ആയാലും ആപ്റ്റ് ആയില്ലെങ്കിലും അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. നമ്മുടെ കമ്പനിയിലേക്ക് ഇന്ന ആളെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അവൻ അത്ര സ്കില്ലില്ല, അങ്ങനെയുള്ള കാൻഡിഡേറ്റ് വന്നിട്ടുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങളായാലും ആപ്റ്റ് ആയാലും ആപ്റ്റ് ആയില്ലെങ്കിലും അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അങ്ങനെ റെക്കോർഡ് ചെയ്തില്ല അല്ലെങ്കിൽ അവനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽ അത്ര ഇല്ല എങ്കിൽ അവനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനായിട്ട് ഇടവരുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി വികസിക്കില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്യാം. ആപ്റ്റ് ആയാലും ആപ്റ്റ് ആയില്ലെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങള്, വിവരങ്ങള്, അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം.
ഓക്കെ. അപ്പൊ കണ്ടക്ടിങ് ദ ഇന്റർവ്യൂവിൽ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ, ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇംപ്രഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മനസ്സിലേക്ക് ഒന്ന് വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് 2-3 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. 3ാമത്തെ പോയിന്റ് നോക്കിയേ. Closing the interview. Naturally, conducting the interview is equally important as its starting. അല്ലെ, നമ്മള് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുമ്പോഴും അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. The closing of the interview process should be friendly and must be finished in the certain time without giving any negative vibes to the അപ്ലിക്കന്റ്. എന്താണ്, ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ, ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുമ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിട്ടും, അതുപോലെ തന്നെ ഒരു ടൈം ഉണ്ടാവും അല്ലെ, ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ അത് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം, അത് തീർക്കാം. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ആർക്ക്, അപ്ലിക്കൻസിന് കേട്ടോ, കാൻഡിഡേറ്റിന് നെഗറ്റീവ് വൈബ് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ആണ് evaluation of the interview result. After the closure of interview close ചെയ്തതിനു ശേഷം evaluation is done by a group of experienced interviewers. ഇനി evaluation അവരെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഗ്രൂപ്പ് ആയിട്ട് ഇരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. This evaluation is carried out in order to determine the positive as well as the negative of the candidate. ഇനി ഇവാലുവേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിലയിരുത്തുന്നത്, ഗ്രൂപ്പ് ആയിട്ടിരുന്നത് അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ, വശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. Appraisal of interview grades mainly affect the selection process and is based on the observation made by the interviewer and the information collected during the interview process. While assessing the result of the interviewers should be make sure that the skill and qualification of the applicant should fulfill the requirements of the job. ഇനി എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടിരുന്ന് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ലഭിക്കുന്ന ഇന്റർവ്യൂ ഗ്രേഡ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്, ഇന്റർവ്യൂ അല്ലെ, സെലക്ഷൻ പ്രോസസ്സ് നോക്കും അവരെ അല്ലെ, അങ്ങനെയുള്ള സെലക്ഷൻ പ്രോസസ്സ് അവർക്ക് ലഭിക്കുന്ന ഇന്റർവ്യൂ ഗ്രേഡ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. സെലക്ഷൻ പ്രോസസ്സ് നോക്കും, അതുപോലെ തന്നെ ഇന്റർവ്യൂ സമയത്തും അല്ലാതെയും കളക്ട് ചെയ്യുന്ന വിവരങ്ങൾ നോക്കിയിട്ട് അത് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലും ഇന്റർവ്യൂ ഗ്രേഡ് നിശ്ചയിക്കുന്നുണ്ട് കേട്ടോ. സെലക്ഷൻ പ്രോസസ്സ് ആയാലും അതുപോലെ തന്നെ എന്താണ്, ഇന്റർവ്യൂ സമയത്തും അല്ലാതെയും അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ആസ്പെക്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവരൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഇന്റർവ്യൂ ഗ്രേഡ് കൊടുക്കുന്നുണ്ട് കാൻഡിഡേറ്റിന്. ഇനി ഇന്റർവ്യൂവിന്റെ സ്കോർ അസസ് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂവർ ഒരു കാര്യം ഉറപ്പ് കൊടുക്കണം.
ആ ജോബ് റിക്വയർമെന്റ്സിനുള്ള സ്കില്ല് അതുപോലെ തന്നെ നോളജ് ഈ കാൻഡിഡേറ്റ്സിന് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ആ കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്കോർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടിയോ? മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ഇവാലുവേഷൻ ഓഫ് ഇന്റർവ്യൂ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഓക്കെ, ഇന്റർവ്യൂ റിസൾട്ടിൽ പറയുന്നത് എന്താണ്, ഒരു നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുമ്പോൾ അത് ഇവാലുവേഷൻ ചെയ്യുന്നത് കാൻഡിഡേറ്റിനെ ഇവാലുവേഷൻ ചെയ്യുന്നത് ഇന്റർവ്യൂവേഴ്സ് ഗ്രൂപ്പ് ആയിട്ട് ഇരുന്നുകൊണ്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് ഈ അവർക്ക് ലഭിക്കുന്ന ഇന്റർവ്യൂ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ ഇന്റർവ്യൂ ഗ്രേഡ് എഫക്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ. സെലക്ഷൻ പ്രോസസ്സ് അതുപോലെ തന്നെ ഇന്റർവ്യൂ സമയത്തും അല്ലാതെയും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒബ്സർവ് ചെയ്തുകൊണ്ടും ഇന്റർവ്യൂ ഗ്രേഡ് നിശ്ചയിക്കാറുണ്ട്. ഒന്നല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിലൂടെയും ഗ്രേഡ് നിശ്ചയിക്കും. അതുപോലെ തന്നെ അതർവൈസ് മറ്റുള്ള ഇന്റർവ്യൂ നടത്തുന്ന സമയത്തും അല്ലാതെയുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ ഗ്രേഡുകൾ നിശ്ചയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ സ്കോർ അസസ് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂവർ ഒരു കാര്യം കൂടി ഉറപ്പ് കൊടുക്കണം. എന്താണ് ഉറപ്പ് കൊടുക്കേണ്ടത്? ജോബിന് അവൻ ആപ്റ്റ് ആണെന്ന്, അല്ലെങ്കിൽ ജോബിന്റെ ആവശ്യങ്ങൾ, ജോബിന്റെ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് ആ സ്കില്ലും നോളജും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് കൊടുക്കാം കാൻഡിഡേറ്റിന്. അത്തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടെന്ന് ഓർഗനൈസേഷന് ഉറപ്പ് കൊടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.